അബിനും ജോഹും റെഡി ആയിട്ട് ഗുഡ് ബോയ്സ് ആയിട്ട് പല്ലൊക്കെ തേച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് അപ്പൊ ജോഹു ഞാൻ ഇട്ടില്ലെന്ന് പറയാണ്. അപ്പൊ ജോഹുവിന്റെ ഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടിട്ടുള്ളന്ന് സത്യസന്ധമായിട്ട് പറയണേ. ജോഹുവിന്റെ കാര്യം പറഞ്ഞ ജോഹുവിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ജോഹു പ്രത്യേകത ഓ ഇന്ന് ആബലിന്റെ ആനിവേഴ്സറി ആണ്. കാവാലയാ അവല് അപ്പൂസ് അമ്മൂസ് ജോങ്ങുടന് വിശക്കണ്ണ പറയണേ. രാവിലെ സമയം 9 മണി ആവറ. ഇതേ നമ്മുടെ ലല്ലി വന്നില്ല. ലല്ലി കാലത്ത് പാപ്പൊക്കെ കഴിച്ച് ഇത് സുന്ദരിയായിട്ട് വന്ന് നിൽക്കണണ്ട. Thank you. Next is Johan Tom. അപ്പൊ അപ്പൂനായി അവലനായി പല്ലിയാക്കി എല്ലാരും പല്ലിയാക്കി. ഗുഡ് ബോയ് ആവ്. അമ്മൂടെ പോയി അമ്മൂനെ വിളിച്ചോണ്ടോ. ജോഹുനും അമ്മൂനോട് സ്ഥലം വരെ പോവാനുള്ളതാണ്. ആർക്കാ കൂടുതൽ പത വന്നത് നോക്കട്ടെ. ഓ രാവിലെ തന്നെ അംഗനവാടി വിടാനുള്ള പരിപാടി കണ്ട ജോഹുവിനെ അമ്മൂനെ. ഇപ്പൊ 3 പേരെ കണ്ടില്ലേ. ഇതൊക്കെ അംഗങ്ങളെ ഞാൻ കാണിച്ചുതരാ. ബാക്കി അമ്മോ ഇത്താക്കു എന്തിയേ ലല്ലി എന്തിയേ. ആരാ ആനിവേഴ്സറി? ഓ ഇന്ന് ആബലിന്റെ ആനിവേഴ്സറി ആണ്. കാവാലയ കാവാലയ്യ. എടാ വേഗം പല്ലിയൊക്കെടാ. രാവിലെ സമയം 9 മണി ആവറ. ഇതേ നമ്മുടെ ലല്ലി വന്നില്ല. ലല്ലി കാലത്ത് പാപ്പൊക്കെ കഴിച്ച് ഇത് സുന്ദരിയായിട്ട് വന്ന് നിൽക്കണണ്ട. ലല്ലി ലാലിക്ക് ഒരു വലിയൊരു പ്രത്യേകത ഉണ്ട്. എന്താന്നുള്ളത് ഞാൻ കുറച്ച് കണ്ട് കാണിച്ചു കേട്ടോ. ലല്ലിയുടെ പ്രത്യേകത എന്താന്നുള്ളത്. എവിടെയാണ് അമ്മ ഓർഡർ? അമ്മോ അയ്യ അപ്പൊ ഇപ്പോഴും നിക്കറിലും മുള്ളോ ഈ പ്രായത്തിലും? അമ്മൂട്ടിയും മുള്ളാറുണ്ടല്ലേ. പക്ഷെ ജോഹു അവലും മുള്ളാറാണ് എനിക്കാണ്. ഞാൻ ആരും എന്ത് പൊട്ടി? അത് കുഴപ്പമില്ല. അയ്യോ ബ്രഷ് എടുക്കട്ടെ. ബ്രഷ് എടുക്കട്ടെ. താരങ്ങളിൽ താരം അമ്മു. അടിവസ്ത്രമിട. അയ്യോ അടിവസ്ത്രം ഇട്ടല്ലടി. അത് കാരണം ബാഗ് താഴെ കാണിക്കുന്നില്ല കേട്ടാ. അമ്മൂട്ടി ജോഹു പറഞ്ഞില്ലേ ഇന്നലെ ജോഞ്ചോപ്പയാണ് കൊച്ചി ജോഹുന് രാത്രി ഫോൺ വെച്ച് കൊടുക്കണേന്ന് പറഞ്ഞില്ലേ. എന്താടാ എന്നെ അടിക്കണേ പിടിച്ച്? എന്തിനടി നീ എന്നെ അടിക്കണേ? ദുഷ്ട എന്തിനടി ദുഷ്ട നീ എന്നെ അടിക്കണത്? ആണാ അമ്മ ജാതി ലുക്കല്ലേ. സുന്ദരി നാടെ സുന്ദരി നോക്കടി നോക്കടി ചിരിച്ചേ. ഹായ് ഓൾ, കുറച്ച് നാളായിട്ട് ഞാൻ ചെയ്യുന്ന ഒരു 1 ബോട്ടിൽ ചലഞ്ചായിട്ട് ഒന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് മാമാഅർത്തിന്റെ വൈറ്റമിൻ സി ഡെയിലി ഗ്ലോ സെറമാണ്. ആ ഒരു ബോട്ടിൽ മാമാഅർത്തിന്റെ ഈ പുതിയ പ്രൊഡക്റ്റ് ആയിട്ടുള്ള സെറം ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ഞാൻ വളരെ എക്സൈറ്റഡ് ആണ്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ 50x വൈറ്റമിൻ സിയുടെ പവർ ഉള്ള ഒരു ഐറ്റം ആണിത്. ഒപ്പം തന്നെ ഇതിന്റെ മെയിൻ ഇൻഗ്രീഡിയൻസ് ആയിട്ടുള്ള നിയാസിനമൈഡും ടർമറിക്കും നമുക്ക് നാച്ചുറൽ ആൻഡ് എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്കിൻ ഗ്ലോ തരും. ഈ സിറം കണ്ടെയ്ൻ ചെയ്യുന്ന 5% വൈറ്റമിൻ സി ശരിക്കും നമ്മുടെ ഗ്ലോ വർദ്ധിപ്പിക്കാനും അതുപോലെ തന്നെ 5% നിയാസിനമൈഡ് നമ്മുടെ സ്കിൻ ടോൺ വർദ്ധിപ്പിക്കാനും ടർമറിക് അതുപോലെ നമ്മുടെ നാച്ചുറൽ ഗ്ലോ റിവൈവ് ചെയ്യാനും ഹെൽപ്പ് ചെയ്യുന്നു. മാർക്കറ്റിൽ കിട്ടുന്നതിൽ ഇപ്പോൾ ഏറ്റവും എഫക്റ്റീവ് ആയിട്ടുള്ള സെറമാണ് മാമാഅർത്തിന്റെ ഡെയിലി ഗ്ലോ ഫേസ് വൈറ്റമിൻ സി സെറം. ദിവസത്തിൽ 2 നേരം ഇത് യൂസ് ചെയ്യുന്നത് ശരിക്കും എഫക്റ്റീവ് ആയിരിക്കും കേട്ടോ. പിന്നെ ഇതിൽ ഏറ്റവും അട്രാക്റ്റീവ് ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റ് ആണ്. 30 ml വെറും 399 വരുന്നുള്ളൂ. മാമാഅർത്തിന്റെ എല്ലാ പ്രൊഡക്റ്റും തന്നെ നാച്ചുറൽ ആണ്, അതുപോലെ തന്നെ കെമിക്കൽ ഫ്രീ ആണ്. മാമാഅർത്തിന്റെ പ്രൊഡക്റ്റ് നമുക്ക് അവരുടെ വെബ്സൈറ്റിലും അതുപോലെ തന്നെ മാമാഅർത്തിന്റെ ആപ്പ് ആമസോൺ, നൈക്ക, ഫ്ലിപ്കാർട്ട് ആൻഡ് പേർപ്പിൾ അങ്ങനെ എല്ലാത്തിലും അവൈലബിൾ ആണ്. മാമാഅർത്തിന്റെ പ്രൊഡക്റ്റ് ഒരു ഇന്ത്യൻ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ അവരുടെ ഒരു ഇനിഷ്യേറ്റീവ് ഉണ്ട്. നമ്മൾ അവരുടെ വെബ്സൈറ്റ് വഴി ഒരു ഓർഡർ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ അത് അപ്പോൾ തന്നെ അവരുടെ വെബ്സൈറ്റ് ത്രൂ ഒരു ട്രീയുമായിട്ട് ലിങ്ക് ചെയ്യുന്നതായിരിക്കും. ഒരു ട്രീ അവർ നടുന്നതായിരിക്കും. അതിന്റെ
ജിയോളജിക്കൽ സ്റ്റാറ്റസും അതുപോലെ തന്നെ പിക്ചേഴ്സും എല്ലാം നമ്മളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും. മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ് ആമസോണിലും ഫ്ലിപ്കാർട്ടിലൊക്കെ ലഭിക്കുന്ന പോലെ തന്നെ ഇപ്പോൾ നമ്മുടെ അടുത്തുള്ള സ്റ്റോഴ്സിലും ഈ പ്രൊഡക്റ്റുകൾ അവൈലബിൾ ആണ്. അപ്പോൾ നിങ്ങൾ അടുത്തുള്ള ഏതെങ്കിലും സ്റ്റോറിൽ പോകുമ്പോൾ മാമാർത്തിൻ്റെ പ്രൊഡക്റ്റ് കാണുവാണെങ്കിൽ നമ്മുടെ ഈ വീഡിയോൻ്റെ താഴെ കമൻറ്റ് ചെയ്യണം കേട്ടോ. മാമാർത്തിൻ്റെ ഒഫീഷ്യൽ ആപ്പും അവർ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ആ ആപ്പ് വഴി നോക്കുവാണെങ്കിൽ എക്സ്ട്രാ ഡിസ്കൗണ്ട് അതുപോലെ തന്നെ ഫ്ലാഷ് സെയിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും. താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അപ്പോൾ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ കൂപ്പൺ കോഡായ TOM2024 യൂസ് ചെയ്താൽ നമുക്ക് എക്സ്ട്രാ 20% ഡിസ്കൗണ്ടും കിട്ടും. അപ്പോൾ എല്ലാവരും ഓടിപ്പോയി പർച്ചേസ് ചെയ്ത് മുടിയെല്ലാം സൂപ്പർ ആക്കും കേട്ടോ. ഓ മയക്കാൻ ഇവളെ കഴിഞ്ഞിട്ട് ആളുള്ളൂ. ഇവളെ എന്ത് ഉടായ്പ കാണിച്ചാലും മയക്കും. ജോഹോണി സ്ട്രെയിറ്റ് ഫോർവേഡാ. ജോ ചെയ്തെന്ന് പറയും, ചെയ്തില്ലെങ്കിൽ ചെയ്തില്ല എന്ന് പറയും. മനസ്സിലായോ? ഇവളൊക്കെ ഉടായ്പിന്റെ ആശാത്തിയാണ്. അടുത്തത് നമ്മുടെ കുട്ടൂസ് നിൽക്കുന്നുണ്ട്. കുട്ടൂസിന് ഭക്ഷണം കൊടുത്ത് ഇങ്ങനെ നിൽക്കാണ്. കിണറ്റില് കല്ല് വാരിയിട്ടാ. അപ്പൊ ഞാന് ചേച്ചി ഇവിടെ പുറത്തൊക്കെ ചേച്ചി പറഞ്ഞു മോളെ കല്ല് എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓടി വന്നപ്പോ 3 ആള് സംഘം ചേർന്ന് കല്ലിടാണ്. ആരൊക്കെ? ജോഹും അമ്മും അപ്പും കൂടെ. അപ്പൊ ജോഹു ഇടണ ഞാൻ കണ്ടില്ല, അപ്പു എറിയണ ഞാൻ കാണുന്നത്. ഞാൻ ചോദിച്ചു ആരുടെ കല്ല് വാരിയിട്ടെന്ന് വെച്ച്. അപ്പൊ ഓടി 3 ആളും കൂടെ. ഞാൻ ചെന്നപ്പോ അപ്പു പറഞ്ഞു ജോഹു ആണ് പറഞ്ഞു. അപ്പൊ ജോഹു ഞാൻ ഇട്ടില്ലെന്ന് പറയാണ്. അപ്പൊ ജോഹുവിന്റെ ഭാവത്തിൽ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഇട്ടിട്ടുള്ള അന്ന് സത്യസന്ധമായിട്ട് പറയണേ. പപ്പ എന്റെ സമ്മതിക്കില്ല. ജോഹുന്ന് പറഞ്ഞോണ്ടിരിക്കണം. ഞാൻ വടി എടുത്ത് ഒറ്റ വീശ് വീശാൻ പോയപ്പോ ജോഹു അല്ല ഞാനാണെന്ന്. ജോഹു അല്ല ഞാനാണ് ഇട്ടത്. ജോഹുനെ അടിക്കാൻ പോയപ്പോ ജോഹുനോട് സ്നേഹമുണ്ട് കള്ളൻ. നിനക്ക് എന്തായാലും സ്കൂളിൽ പോയാലും നിനക്ക് പോവണ്ടേ? വേണ്ട എന്നാ ടോഞ്ചപ്പ എടുത്തു. ടോഞ്ചപ്പ നോക്കിക്കോളാം. മോള് പോകണട്ടാ. ആബേലും ജോഹും റെഡി ആയിട്ട് ഗുഡ് ബോയ്സ് ആയിട്ട് പല്ലൊക്കെ തേച്ച് എക്സസൈസ് ഒക്കെ ചെയ്ത് അല്ലേ ആബേല് അല്ലേ? എക്സസൈസ് ഒക്കെ ചെയ്ത് ഇവര് സൈക്കിൾ ഓട്ടും കുറച്ച് നേരം. ഒരു 10 മിനിറ്റ് അവർ സൈക്കിൾ ഓട്ടും. പല്ലൊക്കെ തേച്ചത് കണ്ട. ഗുഡ് ബോയ്. അതാണ് നമ്മളെ പിള്ളേര് കണ്ട. ഗുഡ് ബോയ് വേണ്ടത്. രാവിലെ പേ ബ്രഷ് തുടങ്ങുന്നത് അവിടെ വെച്ച് ഗുഡ് മക്കള് ഷെയ്ക്കാനാ അപ്പക്കിട്ട് ഷെയ്ക്കാനാ. ഗുഡ് ബോയ്. ജോഗുവിൻ്റെ കാര്യം പറഞ്ഞ ജോഗിനെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. ഒരു പ്രത്യേകത ഇവന്. എനിക്ക് വീഡിയോ കോക്കുകൾ കാണാൻ വരെയാണെന്ന് എനിക്കറിയില്ല. ഇവനെന്തൊക്കെയൊരു പ്രത്യേകതകളുണ്ട്. എല്ലാവരും പറയാറുണ്ട് കേട്ടോ. ജോഗിനെ അടുത്തറിയണവർ എന്താ അവരുടെ ക്യാരക്ടറിലോ അല്ലെങ്കിൽ അവനെ കാണാനോ എന്തൊക്കെ പ്രത്യേകതയുണ്ട് ശരിക്കും. അവൻ്റെ മാതിരിയല്ല, അപ്പൂസിൻ്റെ മാതിരിയല്ല, അമ്മൂസിൻ്റെ മാതിരിയല്ല. ഒരു രസമാണ് ആ ജോബുമായിട്ട് ഇടപഴകി കഴിഞ്ഞാൽ. ഭക്ഷണം കഴിക്കാൻ പെടുന്ന പാട് കണ്ട. ഭക്ഷണം കഴിപ്പിക്കാനായിട്ട് ഫുട്ബോളൊക്കെ എടുത്ത് അതിൻ്റെ മുന്നിൽ ഓരോരുത്തരും ഇരുത്തി. അമ്മു നിൽക്കണ്, ആവേല് നിൽക്കണം. ആവേലവിടേക്ക് ജോഹു ഇവിടെ ഇറങ്ങിക്ക്. ബോൾ ആരുടെ അടുത്ത് വരുന്ന അയാൾ ഭക്ഷണം കഴിക്കണം കേട്ടാ. ബോൾ ആരുടെ അടുത്ത് വരുന്ന അയാൾ ഭക്ഷണം കഴിക്കണേ. ഇങ്ങോട്ട് തട്ട്. അപ്പാ ടോഞ്ചപ്പ നടക്ക്. അപ്പുനട്ട് കൊടു. കൊടു. 5 പടകളും നിൽക്കണുണ്ടെന്നിറന്ന് നിങ്ങളൊക്കെ. തട്ട്. ഓ ലൊക്കേഷൻ മതി. താരാണപ്പ അമ്മൂനെ അടിച്ചു കൊടുക്ക്. ഓ പോട്ടെ. ഡയറക്ഷൻ മാറണേ. മമ്മി അറിഞ്ഞ കൊല്ലൂട്ട. നീ ചെടിയൊക്കെ പൊട്ടിക്കല്ലേ? എന്റെ മമ്മിൽ വന്ന് മുട്ടണം എന്നാലേ അടുക്കുള്ളൂ. അപ്പൂസ് തീനാമതേ തൊണ്ടവേനെടുത്തിട്ട് ഇത് ചെയ്യണ സമയത്ത് നോക്കി വായ പൊളിച്ചിരിക്കണ നോക്കി. പടകൾ വായ പൊളിച്ചിരിക്കണുണ്ട്. ഇതെന്താ
എന്താ ചെയ്യണല്ലേ ടീമ? അയ്യോ അതെ വയറ് തടവി തന്നെ, വയറ് തടവി തന്നെ. എന്താ നോക്കണേ? ഇട്ടോ ഇട്ടോ ഇട്ടോ. ഇന്ന് നമ്മുടെ ആബേലിൻ്റെ സ്കൂളിൽ LKG UKG പിള്ളേർ സ്കൂളിൽ LKG UKG പിള്ളേരുടെ എന്താണ് ആവല് ആനിവേഴ്സറി ആണ്. ആവല് ഭയങ്കര ഹാപ്പി. എന്നിട്ട് രാവിലെ തൊട്ട് എൻ്റെ തൊട്ട് ആവല് പറയുന്നുണ്ട്. TV-യിൽ യൂട്യൂബ് ചാനൽ ഇട്ടുന്നല്ലേ, അതല്ലേ പറയണേ? ഓ അത് വന്ന് അവല് ഭയങ്കര പൊള്ളിയായിരുന്നു. കാരണം വെച്ച് കഴിഞ്ഞാല് അവല് രാവിലെ എൻ്റെ തൊട്ട് പറയണ സ്കൂളിൽ പോകണമെന്ന്. അപ്പോൾ അവിടെ സ്കൂളിലൊക്കെ എങ്ങനെയാണെന്ന് അറിയാമോ? സ്കൂളിലൊക്കെ 2 കളർ ഡ്രസ്സ് കൊടുത്തുവിട്ടേക്കാണ്. സ്കൂളിൽ നിന്ന് കൊടുത്തുവിട്ടേക്കാണ് ഈ ഡ്രസ്സ്. അതായത് ചില ടീമുകൾക്ക് ബ്ലൂവും ചില ആളുകൾക്ക് ബ്ലാക്കും. അതുകൊണ്ട് ഈ സസ്പെൻഡറൊക്കെ കൊടുത്തുവിട്ടേക്കാണ്. ഇതൊക്കെ ഇട്ടിട്ട് വേണം വരാനെന്ന് പറഞ്ഞുകൊണ്ട്. പെട്ടെന്ന് മോനായിട്ടാണ് അവല് പോണേട്ടാ. അവല് ഡാൻസ് കളിച്ച് തകർക്ക് അവിടെ ചെന്നിട്ട്. മൊബൈലിൻ്റെ ആനിവേഴ്സറിക്ക് ഇത് ഇവരെല്ലാവരും വന്നിട്ടുണ്ടെന്നാണ് പറയണത്. ഇവരെ മോളെ കൊണ്ടുപോട്ടെ. റെഡി ആയിരുന്നു കേട്ടോ. ചിലപ്പോൾ കൊണ്ടുപോയി ആക്കിയിട്ട് വരാം ആബേലിനെ. ആബേലിനെ ഒരു മണിക്കൂർ മുമ്പേ കൊണ്ടുവന്ന് ആക്കാൻ പറഞ്ഞാൽ ആബേലിനെ 1 മണിക്കൂർ മുമ്പേ നമ്മൾ കൊണ്ടുവന്ന് ആക്കാണ്. അത് കഴിഞ്ഞിട്ട് വരുന്നത് ജോങ്കൂട് ഉണ്ട് ഇവിടെ. ജോങ്കൂട് കാടിനോടും മണ്ണിനോടാണ് ജോഗിന് ഭയങ്കര സ്നേഹം. എടാ മറിച്ചിട്ടില്ല ഇങ്ങോട്ട് പാടാ. മോനെ കൊണ്ടോ. റെഡിയാവും കേട്ടോ. ഇവരുടെ ഓർഗനൈസിങ് വളരെ അടിപൊളിയാണ് കേട്ടോ. ഒരു ടീം കഴിയുമ്പോൾ അടുത്ത ടീമിനെ റെഡിയാക്കി അവർ നിർത്താണ്. പെട്ടെന്ന് തന്നെ ഓരോ ഡാൻസുകൾ കഴിഞ്ഞു കേട്ടോ. അത് കാരണം പിള്ളേർക്ക് ക്ഷീണം ഉണ്ടായില്ല. പിന്നെ അത് അമ്മൂസ് അവിടെ നോക്കിക്കാനുണ്ട്. ടീനെ വരണുണ്ട് കേട്ടോ. ആബേല് പഠിക്കുന്നത് സെൻറ്റ് അർണോൾഡ് സെൻട്രൽ സ്കൂളിലാണ് പഠിക്കുന്നത്. ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രീ-KGക്ക് മാത്രം സെപ്പറേറ്റ് ഒരു ആനിവേഴ്സറി നടത്തി. കാരണം അല്ലെങ്കിൽ പിള്ളേർ ഭയങ്കരമായിട്ട് ഉറക്കമൊക്കെ വരില്ലേ. ആബേല്, അപ്പൂസ്, അമ്മൂസ്, ജോങ്കുടിന് വിശക്കണമെന്ന് പറയണേ. താറാനെ പാർക്കി കൊണ്ടൊക്കെ ഇവരെ ഞാൻ കൊണ്ടുപോയില്ല. എനിക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് പോരൂല. അതാ അപ്പുറത്തേക്ക് പോണത്. അപ്പോൾ ഓക്കെ, അതൊക്കെ തന്നെ വിശേഷം. വേറെ ഒന്നുമില്ല. ടീച്ചർമാരെല്ലാം പഴയ പോലെ ആക്കാണ്. ഡിസിപ്ലിനാണ് അവരുടെ ഡിസിപ്ലിൻ. അപ്പോൾ അതൊക്കെ തന്നെ, വേറെ വിശേഷമൊന്നുമില്ലല്ലോ. ബൈ.